ഹായ് നിബി. എന്തുണ്ട് പരീക്ഷയുടെ വിവരങ്ങളൊക്കെ? പരീക്ഷ 3 കഴിഞ്ഞു. മലയാളം, ഇംഗ്ലീഷ്, ഹിസ്റ്ററി. നന്നായിട്ട് തന്നെ എഴുതിയിട്ടുണ്ട്. അതെ. ഇനി എന്നാ എക്സാം? ഇനി നാളെ തിങ്കളാഴ്ച പൊളിറ്റിക്സ് ആണ് പരീക്ഷ. അതിനുള്ള പ്രിപ്പറേഷൻസ് ആയിരുന്നു. ബെഡൊന്ന് വൃത്തിയാക്കി ആ ഒരു ഹൈജീൻ ആയിട്ടുള്ള അന്തരീക്ഷത്തിലിരുന്ന് പോസിറ്റീവ് തോട്ട്സോടുകൂടി പഠിച്ചാൽ കാര്യങ്ങൾ ഓർത്തു വെക്കാൻ പറ്റുമെന്നൊക്കെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ആ രീതിയിൽ റൂമൊന്ന് വൃത്തിയാക്കിയതിന് ശേഷം പഠിക്കാനിരിക്കാൻ കരുതി. നീ സീരിയസ് ആയിട്ട് പറഞ്ഞതാണോ തമാശയായിട്ട് പറഞ്ഞതാണോ? തമാശ. ഓക്കെ. പിന്നെ ഇത് കഴിഞ്ഞാൽ ഇത് കഴിഞ്ഞാൽ അടുത്ത എക്സാം എന്നാ? പൊളിറ്റിക്സ് കഴിഞ്ഞാലോ? പൊളിറ്റിക്സ് കഴിഞ്ഞാൽ പിന്നെ 23-ാം തീയതി ഉള്ളൂ. 23-േ ഉള്ളൂ. 7 ദിവസം 6 ദിവസം അവധിയുണ്ട്. ഓക്കെ. അപ്പൊ വേണമെങ്കിൽ ആട് 3 റിലീസ് ആകുന്ന ദിവസം കാണാം. ഉറപ്പായിട്ടും കാണാം. കാണും, ഉറപ്പായിട്ടും കാണണം. അല്ലെങ്കിൽ ഞാൻ സമ്മതിക്കത്തില്ല. ഓക്കെ. പരീക്ഷ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ? പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ അവധിക്കാലം 2 മാസം. ആ 2 മാസം ഇരുന്ന് ഇനി എന്താ സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ അത് വിട്ടു. പിന്നെ ഇനി അവധിക്കാലത്തിൻ്റെതായ യാത്രകൾ, കളികൾ, സിനിമ കാണൽ, അതിനൊപ്പം പഠനം, ക്വിസിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസ്, അടുത്ത വർഷത്തേക്കുള്ള മത്സരം, അധ്യയന വർഷം, അതിനുവേണ്ടിയുള്ള ഓരോ ചുവടുവെപ്പുകൾ ഈ അവധിക്കാലത്ത് തന്നെ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ. അതാണ് കരുതുന്നത്. മിഠായിപ്പതി കൂട്ടുകാർക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം? മിഠായിപ്പതി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകൾ ഒരു സർപ്രൈസ് ആക്കാമെന്ന് കരുതിയോണ്ടാണ് ഞാൻ ഇപ്പൊ പറയുന്നത്. ഉറപ്പായും ഈ അവധിക്കാലത്ത് മിഠായിപ്പതി കൂട്ടുകാർക്ക് വേണ്ടിയുള്ള രസകരമായ ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അയ്യോ, മണക്കിയത് ശരിയായില്ല. ഒരുപാട് അല്ലാതെ കാണിക്കണ്ട. ഒരുപാട് സംഭവങ്ങൾ വരുന്നുണ്ട്. അതൊക്കെ സർപ്രൈസ് ആയിട്ട് നമുക്ക് പറയാം, അല്ലേ? ഈ സംഭവങ്ങളുടെ സംഭവം പറഞ്ഞേ. സംഭവം കറക്റ്റ് ആണോ? അല്ല, സംഭവം. അത്രയൊരു ത്രസ്റ്റ് കൊടുക്കണ്ടെന്ന് തോന്നുന്നു. ഇന്നലെ നമുക്കിവിടെ നോമ്പുകയായിരുന്നു. അതിന്റെയാണ് മമ്മ കിച്ചണിൽ. ഇന്നലെ ഇവിടെ ഉമ്മി, വാപ്പി, അക്ക, പാത്തു എല്ലാരും ആയിട്ടുള്ളൊരു ചെറിയ നോമ്പുകയായിരുന്നു. അതുകൊണ്ടാണ് മമ്മ ഇപ്പോഴും കിച്ചണിൽ തന്നെ. അതിന്റെ അവസാന നിമിഷ ക്ലീനിങ്ങുകളാണ് നടക്കുന്നത്. നിഷാൻ ഒന്നും സഹായിക്കാതെ, ഒന്നും അറിയാത്ത പോലെ സോഫയിൽ ഇരിപ്പുണ്ട്. നമസ്കാരം. നിന്റെ പരീക്ഷയുടെ വിവരങ്ങളൊക്കെ പറ. എത്ര എണ്ണം കഴിഞ്ഞു? എങ്ങനെയൊക്കെയായി? ഇനി എന്തൊക്കെയാണ് അടുത്തത്? എനിക്ക് 3 പരീക്ഷ കഴിഞ്ഞു ഓൾറെഡി. ഇംഗ്ലീഷ് ആയിരുന്നു ഫസ്റ്റ് പരീക്ഷ, രണ്ടാമത് മലയാളം ഫസ്റ്റ്, പിന്നെ മലയാളം സെക്കൻഡ്. ഇനി വരാൻ പോകുന്ന പരീക്ഷ സോഷ്യലാണ്. കഴിഞ്ഞ 3 പരീക്ഷ അത്യാവശ്യം നല്ല എളുപ്പമുള്ള പരീക്ഷയായിരുന്നു. മലയാളവും ഇംഗ്ലീഷും ഇതൊക്കെയാണല്ലോ. അപ്പോൾ കാണാപ്പാട ക്വസ്റ്റ്യൻസിന് പകരം മറ്റേ ഡിസ്ക്രിപ്ഷൻ ആയതുകൊണ്ട് എളുപ്പമായിരുന്നു. ഇനി സോഷ്യലാണ്. സോഷ്യൽ കുറച്ച് പാടുണ്ട്, എന്നാലും എളുപ്പമാണ്. അത്യാവശ്യം എളുപ്പമായിരിക്കും. സോഷ്യൽ എന്നാ നാളെ ഉണ്ടോ? സോഷ്യൽ നാളെ ചൊവ്വയും തേഴ്സ്ഡേ മാത്രമേ ഉള്ളൂ. അതോടെ പരീക്ഷ കഴിഞ്ഞു? അല്ല, ചൊവ്വയും തേഴ്സ്ഡേ മാത്രമേ പരീക്ഷകൾ നടക്കുന്നുള്ളൂ. ഫ്രൈഡേ, ചൊവ്വ, തേഴ്സ്ഡേ ഈ 3 ദിവസങ്ങളായിരുന്നു പരീക്ഷ നടക്കുന്നത്. അതിൽ ഫസ്റ്റ് പരീക്ഷ ഫ്രൈഡേ, ലാസ്റ്റ് പരീക്ഷയും ഫ്രൈഡേ, അങ്ങനെയാണ്. ബാക്കിയുള്ള ഇടയിൽ മൊത്തം ചൊവ്വയും തേഴ്സ്ഡേ. ഞായറാഴ്ച രാവിലെ എന്താ പരിപാടി? മറ്റേ മെയിൻ പുസ്തകം വായിക്കണമെന്നുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ ജസ്റ്റ് എണീറ്റുകൊണ്ട് പെട്ടെന്ന് വായിക്കാന്ന് വിചാരിച്ചു. എണീറ്റതേ ഉള്ളൂ. ടൈം എത്രയാന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഞായറാഴ്ച പരീക്ഷക്കാരൻ എഴുന്നേറ്റ് വന്ന സമയം ഇന്നലത്തെ 10:45. പിന്നെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? അവധിക്കാലത്തെ കുറിച്ചുള്ള പദ്ധതികളൊക്കെ ആയോ? എന്നുവെച്ചാ അവധിക്കാലത്ത് എനിക്ക് എൻ്റെ കുറച്ച് ടൂറൊക്കെ പോകണം. പിന്നെ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം. അതാണ് എൻ്റെ മെയിൻ എയിം. സൈക്കിൾ ഓട്ടാൻ അറിയാൻ വരുന്നുള്ള കാര്യം ആൾക്കാരെ അറിയിക്കണ്ട കേട്ടോ. പിന്നെ എപ്പോഴും കളിക്കണം, കുറച്ചൊക്കെ പഠിക്കണം, അതൊക്കെ തന്നെ. ഓക്കെ. ബൈ ബൈ. നിബി എന്നൊക്കെ പറഞ്ഞു. നിബി പറഞ്ഞല്ലോ. നിബിയെ കണ്ട്. ഇപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ. സ്നേഹപൂർവ്വം കോട്ടയത്തിൽ നിന്ന് നിബിനൊപ്പം നിഷാൻ.